വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല അമ്മാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല പീലിതരാം ചെറുഗോപി തൊടാം പീതാംബരവും ചാർത്തിടാം പൈക്കളിതാ പൂമ്പൈക്കളിതാ മേയ്ക്കാനിതിലേ നീ വരുമോ കുളിരാർന്നൊഴുകും യമുനാ നദിയിൽ നീരാടാൻ നീ വന്നാട്ടെ കുളിരാർന്നൊഴുകും യമുനാ നദിയിൽ നീരാടാൻ നീ വന്നാട്ടെ കാട്ടൽ തുഴി നടക്കാം ഈ കാട്ടിൽ ഒളിച്ചു കളിക്കാം ഓടക്കാറുളി വന്നാ നിന്നെ കോരിയെടുത്തുന്നു ഞാനാടാം രാരവേണു രാരവേണു വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല രാഗിണിയാം യുവരാധൈരാ രാസോലസിതം പാടുകയാ ഭാമയിതാ നിൻ ഭാമയിതാ വിരഹിണിയായി കീഴുന്നു വനവേണുവുമായി വരൂ നീ അരികിൽ മായാവൃന്ദാവനിൽ വനവേണുവുമായി വരൂ നീ അരികിൽ മായാവൃന്ദാവനിൽ നിലനിൽക്കലമില്ലേ എന്നെ ചിലരഞ്ഞു മുറിഞ്ഞു പീലിപ്പൂമ്പൊടി കാറ്റിലുലഞ്ഞു മനസ്സിനകത്തടി മഞ്ഞു കിനിഞ്ഞു വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ അമ്പാടി കുയിലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീ കണ്ണ വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ എല്ലാവരും ടോപ്പ് സിംഗർ തുടങ്ങാറാകുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒത്തിരി നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനും ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകളുമായിട്ടാണ് ടോപ്പ് സിംഗർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ.
ആര്യ ചേച്ചി ആൻഡ് എം ജെ അങ്കിൾ വെൽക്കം. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. തുടങ്ങാം നമുക്ക്. കിഡിലൻ പെർഫോമൻസ് റൗണ്ട്. ഇതിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് ആരാ? കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മൾ കണ്ടത്തിലേക്ക് കുറച്ച് ആൾക്കാരെ എറിഞ്ഞോടിച്ചു, എന്നിട്ട് തലയെ മുണ്ടിട്ട് അവര് വീണ്ടും വന്നു. ഇപ്രാവശ്യം ശരിക്കും ഓടിപ്പോയി എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. സത്യമാണോ അല്ലയോ എന്ന് വന്ന് പാട്ട് പാടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെറ്റ്സ് വെൽക്കം പെർഫോമൻസ് റൗണ്ടില് നമ്മുടെ എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. നല്ല ക്യൂട്ട് ഉടുപ്പാണല്ലോ. ഇതെനിക്ക് കിൻഡർ മോക്സ് ഇവിടുന്ന് കിട്ടിയതാ. നല്ല ഉടുപ്പ്. അതായത് സിമ്പിൾ ആ ഒരു ബ്രാൻഡ് മാർക്ക്. അതെ. അപ്പൊ ഗ്ലൂം ഇല്ലാതെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കിളിയേ കിളിയേ മൊഴിയേ ശിശിരങ്ങളി വഴിയേ. ഓ ആ പാട്ടല്ലേ? വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ പാട്ടാണല്ലോ. പാടിയിരുന്ന എസ്തർ കുട്ടി പാടി പോയേനെ. അതിന് വേറെ നല്ല ഉഗ്രം പാട്ടുകളില്ലേ? ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സേ ആസ്വദിക്കൂ ആവോളം, മനസ്സേ ആസ്വദിക്കൂ ആവോളം. അപ്പൊ നമ്മൾക്ക് മനസ്സിനാവോളം ആസ്വദിക്കാനായി ഏത് പാട്ടാണ് പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു. കിളിയേ കിളിയേ പറഞ്ഞ പോരെ. ശരി, കിളിയേ കിളിയേ എന്ന ഗാനവുമായി സിനിമ നോക്കത്താ ദുരത്ത് കണ്ണും നട്ട്. മ്യൂസിക് ജെറിയാമൽ ദേവ് സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, പാടിയത് ചിത്രാമ. വർഷം 1984 അതൊക്കെ സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ എടുത്തതാ. ഞങ്ങൾക്ക് കാണാൻ കൊതിയാവുന്നുണ്ട്. വേഗാവട്ടെ വേഗട്ടെ. ഓക്കെ, ശിശിരങ്ങളി വഴിയേ കുളിരിൻ ചിറകിൽ പനി നീതലയിൽ
വെരി ഗുഡ് വെരി ഗുഡ്. കോറസ് കലക്കി. എസ്തറൂട്ടാ എന്തോ അങ്കിൾ ഇവിടെ ഇല്ലാട്ടാ. ഞാൻ പോയി അങ്കിളിങ്ങനെ പറന്നു പോയി. എന്നിട്ട് ഇവിടെ തന്നെ സീറ്റിൽ ഇരിപ്പുണ്ടല്ലോ. അത് ഇപ്പൊ വന്നതാ തിരിച്ചു. ഇത്ര നേരം പറഞ്ഞു നടക്കായിരുന്നു. എന്നെ കണ്ടില്ലല്ലോ ഇവിടെ. കണ്ടല്ലോ. എപ്പ കണ്ടു? ഞാൻ പാട്ട് പാടുമ്പോ നോക്കിയപ്പോ കണ്ടേ. ഇല്ല, പാട്ട് പാടിയപ്പോ ഇങ്ങോട്ട് നോക്കിയില്ലല്ലോ. ഞാൻ നോക്കി. പാട്ടിൽ മൊത്തം പാട്ടിലായിരുന്നില്ലേ? നമ്മളെ പാട്ടിലാക്കിയില്ലേ? ആരാ പാട്ടിലാക്കിയത്? ഞാൻ അവിടെ ഒരു മിന്നാമിന്നിയായിട്ട് പോയിരുന്നു. അവിടെ കണ്ടില്ലല്ലോ. അവിടെ ഒരുപാട് മിന്നാമിന്നികളാണ്. ഒന്ന് കാണിച്ചു കൊടുക്കൂ രാഘു. ആ മിന്നാമിന്നി കണ്ടില്ലേ? അവിടെ ഒരാൾ നോക്കി ചിരിക്കുന്നുണ്ട്. ആരാ അത്? ചന്ദാമാമ. അമ്പിളിയമ്മാവൻ. മൊത്തം. അപ്പൊ അതിലൊരു മിന്നാമിന്നിയായിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റാർ എന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടേ. ഇങ്ങനെ അത് നോക്കിയപ്പോ അത് നമ്മുടെ എസ്തറൂട്ടി അല്ലേന്ന് എനിക്ക് തോന്നി. എസ്തറൂട്ടി ഇവിടുന്ന് പാടിയ സ്റ്റാർസിൽ പോയി. ഇതൊന്നും അറിഞ്ഞില്ലേ? ആ പാട്ടിൽ ഇൻവോൾവ് ആയിരുന്നു, അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. പിന്നെ എന്ത് രസമായിട്ടാണ് പ്രൊണൗൺസ് ചെയ്യണേ. പഞ്ഞീം ജാലയിൽ എങ്ങനെയായിരുന്നത്? അവിടെ ശരിക്കും മ്യൂസിക് ഇങ്ങനെ സബ്ലൈമായിട്ട് ഉയർന്നു കേട്ടാ. അത് ഭയങ്കര ഇഷ്ടമായി അങ്കിളിന്. എന്താ പറയാ, ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യണത് ഭയങ്കര ക്യൂട്ടാണ്. അത് ഭയങ്കര രസമാണ്. ഒരുപാട് സ്ഥലത്ത്. പിന്നെ അത് നന്നായിരുന്നു കേട്ടോ. അത് സൂപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു രസമുണ്ടേ. എങ്ങനെ അതിന്റെ അവസാനത്തെ ട്യൂൺ എങ്ങനെ? ടൈമിങ്ങിന് കറക്റ്റ് ആയിട്ട് വരികയാണ് കേട്ടോ. സൈലൻസ് ഭയങ്കര സുന്ദരമായിരുന്നു. കറക്റ്റ് ടൈമിംഗ് ഇടുകയും ചെയ്യുന്നിട്ട് അവസാനം അല്ലേ കിളിയേ. അതുണ്ട്. അതൊന്നുകൂടെ പാടിയതല്ല. എന്നും നീയും ഒരു അപ്പൊ ഇങ്ങനെയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഇങ്ങനെയുണ്ട്. കിളി എടുക്കണേ. അവിടെ പറന്നു പോയിട്ടാ കിളി. സൂപ്പർ ആയിരുന്നേ. പിന്നെ ചെറിയ 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 സ്ലിപ്പുകളുണ്ട് കേട്ടോ ഇടയ്ക്ക്. അത് സാരമില്ല. ഇത്രയൊക്കെ പാടിയില്ലേ? ഇത് ഈസി അല്ലല്ലോ അങ്ങനെ പാടാൻ. ഓരോ നോട്ടും അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ? എത്ര ദിവസം കൊണ്ട് പഠിച്ചു? 2 ദിവസം. 3 ദിവസം. അമ്മ പറയണേ 4 ദിവസം കൊണ്ട് ഈ പാട്ടൊക്കെ പഠിക്കാൻ പറ്റൂ? അയ്യോ, അങ്ങനൊന്നും പറ്റൂല കേട്ടോ. എങ്ങനെ പഠിക്കണ? കാണാതെ പഠിക്കാണോ? എനിക്ക് വായിക്കാറില്ല. കേട്ട് പഠിക്കാണല്ലേ? അപ്പൊ ഒരു വാക്കൊക്കെ പറഞ്ഞുതരും. പറഞ്ഞുതരും. ആര് പറഞ്ഞുതരും? അമ്മയും പറഞ്ഞുതരും. ഓക്കെ. ഈ എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാണ് ഇതൊക്കെ പാടണം. അത്ഭുതം. അത്ഭുത് ബാലിക. എസ്തറൂട്ടിക്ക് ഞാൻ ഫീൽ കുട്ടിന്ന് പേരിടാൻ പോവാനി. ഒരുപാട് സ്ഥലത്ത് നല്ല ഫീൽ ആയിരുന്നു. അത് കഴിഞ്ഞ പെർഫോമൻസിലും അതിന്റെ മുന്നത്തെ പെർഫോമൻസിലൊക്കെ നല്ല നല്ല മെലഡീസിന്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ. ആ ഫീലോട് കൂടിയാണ് എസ്തർ ബേബി പാടുന്നത് കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഓരോ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. നല്ല സ്റ്റെപ്സ് ആയിരുന്നു അല്ലേ? അത് ആദ്യമേ തന്നെ ഒഴുകി വന്നില്ലേ ഇങ്ങോട്ട്? അവിടെ നടന്നു വന്നത് അല്ലേ സ്റ്റാർട്ട് ചെയ്തപ്പോ? അത് ഭയങ്കര രസമായിരുന്നു. നല്ല പ്ലാൻ ചെയ്തിട്ടാണ് പെർഫോം ചെയ്തതെന്ന് തോന്നുന്നല്ലോ. വെൽ പ്ലാൻഡ് ആയിരുന്നു. വെൽ പ്ലാൻഡ് ആൻഡ് വെരി വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു നമ്മുടെ എസ്തർ ബേബി. പിന്നെ ഒരു ഗ്ലൂം വരാൻ പോയേ ആ വാതുക്കല് വരെ എത്തി എസ്തർ കുട്ടീനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടം ഓടി. വാതുക്കല് ഗ്ലൂം അരിപ്രാവ് പോയി. മിടുക്കിയായിട്ട് പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. പെർഫോമൻസ് റൗണ്ടിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നതിന് തന്നെ ഒരു ഉഗ്രൻ കയ്യടി കൊടുക്കണം നമ്മൾ. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അതയാലിൻ മേലെ ആലോലം അങ്ങനെയല്ലേ പാടുന്നേ? അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പാട്ടിന്റെ ഏറ്റവും ക്യൂട്ടസ്റ്റ് വേർഷൻ ഞാൻ എസ്തർ ബേബി പാടുമ്പോഴാണ് കേൾക്കുന്നത് കേട്ടോ. ഇതിലും ക്യൂട്ടായിട്ട് ഇനി ആർക്കും പാടാൻ പറ്റും. കളിയാടി വാ
പാടിയേ. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു എന്ത് സൂപ്പറായിട്ടാ പാടിയത്. താങ്ക് യു. എന്തൊരു ഫീലാണ്. ഇതെങ്ങനെ ഫീലൊക്കെ എങ്ങനെ വന്ന? ആള് മാറി ആ അരയാലിൻ മേലെ ആലോലം നിൻ കനവിൽ ഉഞ്ഞാൽ ഉയരുമ്പോൾ അതൊക്കെ എന്ത് രസമായിരുന്നു കേൾക്കാൻ. പിന്നെ പലവട്ടം കളഞ്ഞിരുന്നു മൗനം പാടി, അതെങ്ങനെയാ? പലവട്ടം കളഞ്ഞിരുന്ന മൗനം. ഓ ഇപ്പൊ കറക്റ്റ് ആയിട്ടോ. ഇപ്പോഴാണ് കേട്ടത്. ഇപ്പോഴാണ് അത് കേട്ടത്. ആ ടേക്കില് കറക്റ്റ് ആയിട്ട് കേട്ടില്ല. അത് അത് എന്താ കുറച്ച് പാടിയത്? ഭയങ്കര കുറച്ച് ഫീബിൾ ആയി പോയി അത് ആ ഭാഗത്ത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കേട്ടു. പിന്നെ മാത്രല്ല അപ്പൊ കുറച്ച് ശ്രുതിയും ചേരാനുണ്ടായിരുന്നു അവിടെ കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല രസമല്ലേ, മാറി മാറി പാടിയതിൽ കോറസ് ഒക്കെ മാറി പാടിയതൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ സ്വന്തം ഉണ്ടാക്കിയ സ്റ്റെപ്സ് ഒക്കെ കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഉഗ്രനായിട്ട് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയില് കിളിയെ കിളിയെ ശിശിരങ്ങളി വഴി അതൊക്കെ കുറച്ച് ചേരാനുണ്ടായിരുന്നു കേട്ടോ. ശ്രുതി ചേരാനുണ്ടായിരുന്നു അവിടെയൊക്കെ കുറച്ച് മൈന്യൂട്ടായിട്ട് കേട്ടോ. ഈ ഉടുപ്പിട്ട് കാണാൻ നല്ല നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. അതാണ് കിൻഡർ മോക്സ്. വെരി ഗുഡ് കേട്ടോ, നൈസ്. എസ്തർകുട്ടിയുടെ മാർക്ക് അറിയണ്ടേ നമുക്ക്? അപ്പൊ നമ്മുടെ പാട്ടുകാരി കിളിക്കുട്ടിക്ക് എത്രയാണ് മാർക്ക്? 97. Yes. 97 out of 100 for Esther Kuti. എസ്തർകുട്ടി മിടുക്കിയാണ്. ഇനി മാർക്ക് കൂട്ടി വാങ്ങണം നമുക്ക് കേട്ടോ. ടാറ്റാ. ഗുഡ് നൈറ്റ്. മധുങ്കൾ, ഇനി വരുന്നത് എവർഗ്രീൻ റൗണ്ട് ആണ്. ഈ എവർഗ്രീൻ റൗണ്ട് വരുമ്പം തന്നെ ഇതിൽ പാടണം എന്ന് നമ്മുടെ പ്രേക്ഷകരും നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. ആ വളച്ചൊടിക്കേണ്ട കാര്യമില്ല, മനസ്സിലായി. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് യെസ് നമ്മുടെ ദിയക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദിയക്കുട്ടി. പച്ചക്കിളിയാണല്ലോ, പച്ചക്കിളി. അതെ, നല്ല സ്മാർട്ട് ആയിട്ട് കാണാൻ വേണ്ടിട്ട് നല്ല രസമുണ്ട്. ഈ ഷൂ ഇടുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയൊന്നുമില്ല, ഏറ്റവും നല്ല പെർഫോമൻസസ് ഈ ഷൂ ഇട്ടിട്ട് വന്നുകൊണ്ടായിരിക്കും. അതൊരു ലക്ക് ഫാക്ടറാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പേന ഉണ്ടായിരുന്നു, ആ പേന വെച്ച് എക്സാം എഴുതൂ. സുജാത ചേച്ചിക്ക് ഒരു ടവലുണ്ട് അതുപോലെ. അതെ, മധുങ്കൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊന്നുമില്ല, എനിക്ക് ഒരു ദിവസം ഇതുപോലെ. എനിക്കൊന്നുമില്ല അങ്ങനെ. പണ്ട് ക്രിക്കറ്റില് മോഹിന്ദർ അമർനാഥ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്ലെയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു തൂവാലുണ്ട് എപ്പോഴും. അതൊരു ലക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ചിലപ്പോ ഈ ഷൂ ലക്ക് കൊണ്ട് ഉപയോഗിക്കായിരുന്നു. പിന്നെ അതെവിടെ പോയി? ബെസ്റ്റ് പരീക്ഷ. പിന്നെ ശ്രീകാന്ത്, കൃഷ്ണമാചാരി ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു. പുള്ളി ചില ദിവസം നല്ല ഫോം ആയിരിക്കും, അടിയോടെ അടിയായിരിക്കും 6-4. അപ്പൊ ചില ദിവസം ഇങ്ങനെ പുള്ളി ഇങ്ങനെ മൂക്കിങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ അടിക്കണ 6 ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഷൂ കാരണം ഇപ്പൊ കൃഷ്ണമാചാരി ഏത് പാട്ടിലേക്കാണ് എത്തുക? സ്വർണമുഖിലെ. ബ്യൂട്ടിഫുൾ സോങ്. ഗ്രേറ്റ് സെലക്ഷൻ ഓഫ് സോങ്. അത് ദിയക്ക് പറ്റിയ പാട്ട്. ഡീറ്റെയിൽസ് പറഞ്ഞോ ദിയക്കുട്ടി. ഫിലിം ഇത് ഞങ്ങളുടെ കഥ. ഇയർ 1982. മ്യൂസിക് ജോൺസൺ മാഷ്. ലിറിസിസ്റ്റ് പി ഭാസ്കരൻ മാഷ്. പാടിയത് ജാനകിയമ്മ. വെരി ഗുഡ്. എവർഗ്രീൻ ആയതുകൊണ്ടാണോ പച്ച ഉടുപ്പിട്ട് വന്നത്? അറിയാതെ വന്നുപോയി. ഭാഗ്യമുള്ള ദിവസം തോന്നുന്നു. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി.
വെരി ഗുഡ് മോളെ. നന്നായി പാടി കേട്ടോ. എന്റെ തീക്കുട്ടി, എന്ത് സർ? ഐ എം ടച്ച്ഡ്. ജോൺസേട്ടന്റെ ഓർമ്മകൾ വന്നു. വാട്ട് എ ഗ്രേറ്റ് മ്യൂസിക് കമ്പോസർ ഹി വാസ്. ഇതും ഗോപിക എന്നുള്ള പാട്ടൊക്കെ നമുക്ക് മലയാളിക്ക് എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ പറ്റാത്തതാണ്. എനിക്ക് പലപ്പോഴും ദിയക്കുട്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ റെൻഡിഷൻ അതിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു നല്ലൊരു കലാകാരിക്ക് നല്ലൊരു പാട്ടുകാരിക്ക് വേണ്ട സീക്രട്ട് വെപ്പൺ ഏതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാട്ടുകാരന് വേണ്ട സീക്രട്ട് വെപ്പൺ ഏതെന്ന് വെച്ചാൽ അത് ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇടങ്ങളും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണേ. ഈ വയസ്സിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത്, ഇപ്പം സംഗതികൾ നമുക്ക് ഇത് ക്ലാസിക്കൽ മ്യൂസിക്കിൽ ബ്രിഗ എന്ന് പറയും. അതൊന്നും അല്ലാതെ അത് ശരിക്കും വോക്കൽ ജിംനാസ്റ്റിക്സ് പോലെ ആവും ചില സമയത്ത്. അതൊന്നും അങ്ങനെ അല്ലാതെ സംഗതികളെ വളരെ സെൻസിറ്റീവായിട്ട് അവതരിപ്പിക്കാനായിട്ട് ദിയക്കുട്ടിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ നടക്കുമ്പോൾ വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ അത് പാടിയില്ലേ, ആ അവസാനത്തെ പല്ലിൽ പാടിയപ്പോ അത് അതിന്റെ പേസ് കറക്റ്റ് ആയിരുന്നു. ആ സംഗതിയുടെ പേസ് ഉണ്ട്. അത് പാടിയ ശരിയാവില്ല. അതിങ്ങനെ അടർന്നടർന്ന് വീഴുന്നുണ്ട്. ജാനകിയമ്മ പാടിയിരിക്കുന്നത് അയ്യോ കണ്ടു കഴിഞ്ഞാൽ ഒരു 1000 പ്രാവശ്യം കാലിലോട്ടൊക്കെ അങ്ങ് വീഴണം. പിന്നെ നമ്മൾ തന്നെ പറയണം, ഇനി ഒരിക്കലും ഞാൻ പാടില്ല അമ്മ എന്ന് പറയണം. അപ്പോൾ അമ്മ പാടിയിരിക്കുന്നതെന്ന് നമ്മൾ അതിൻ്റെ എയ്ഡ് എടുക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒബ്സർവ് ചെയ്ത് ആ സംഗതിയുടെ പേസ് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു ഭാഗമാണ്. ഇതെല്ലാം പോസിറ്റീവ്സ് ആണ്. ഇനി നെഗറ്റീവ്സ് അല്ല, എനിക്ക് അപ്രിഹെൻഷൻസ് എന്ന് പറയാം, അങ്ങനെ പറയാം. അതെന്ന് വെച്ചാൽ ബ്രത്ത് ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാടാനായിട്ട്? ഇല്ല. ശബ്ദത്തിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല. ബ്രത്ത് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ശ്വാസം സസ്റ്റെയിൻ, അപ്പൊ ശ്വാസം എവിടെ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ നേരത്തെ? ഉണ്ടായിരുന്നു. അപ്പൊ സ്വർണമോകിലേ സ്വപ്നം അവിടെ ബ്രത്ത് പോയിരുന്നില്ലേ? അതെന്തോ? അതൊന്ന് ശരിയാക്കി പാടി കേൾപ്പിക്കാമോ? പറ്റും, ദിയക്കുട്ടിക്ക് പറ്റും. സ്വർണമുഖിലേ സ്വർണമുഖിലേ സ്വപ്നം കാണാറുണ്ട്. ആ മായിൽ ഇങ്ങനെ ലയിക്കണം. ആ നോട്ട് ഈ ഒരു പാട്ടിൽ അവിടെ മാത്രമാണ് വരണേ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസർ ഉപയോഗിച്ചിരിക്കുന്നു, ജോൺസേട്ടൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ആ കോഡില് അത് 7th റിസോൾവ് ചെയ്ത് പായിലോട്ട് റിസോൾവ് ചെയ്യുമ്പോഴാണ് അത് സുഖമായിട്ട് വരുന്നത്. അത് ട്രാൻസിഷൻ ആ പായിലോട്ട് വരുന്ന അതാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കോമ്പോസിഷൻ. പറയുകയാണെങ്കിൽ അത് ഒരു ദിവസം പറയാനുള്ള കാര്യങ്ങളുണ്ട് ഈ പാട്ടിൽ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ആ മാ ചേർത്ത് പാടും. സ്വർണമുഖിലേ സ്വർണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ. അയ്യാ, അത് അത്ര അങ്ങനെ വന്നാലേ ലാസ്റ്റ് പല്ലവിയിൽ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ പല്ലവിയിലാണ്. പിന്നെ സന്ധ്യ എന്ന് പാടി. സന്ധ്യ, അതെ, വർഷസന്ധ്യ. പിന്നെ ചരണത്തിലും വർഷസന്ധ്യ. അവിടെ സെക്കൻഡ് ചരണത്തിൽ അവിടെയും ബ്രത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ സ്വർണ്ണമുഖിലെ അവസാനത്തെ പല്ലവി ഒക്കെ നന്നായിരുന്നു. എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ലൈൻ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് എൻഡ് ചെയ്യാമായിരുന്നു. നമ്മള് എന്ന് പറയത്തക്ക രീതിയിൽ എൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ഫസ്റ്റ് പല്ലവിയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ശ്രുതി ചേരാത്ത ഒരു കണ്ണുനീർക്കുടം തലയിലേന്തി ആ പായില്ലേ നീ പാ, ആ പാ കറക്റ്റ് ശ്രുതിയാണ്. പഠിക്കേ കണ്ണുനീർക്കുടം ഫ്ലാറ്റ്. കണ്ണുനീർക്കുടം തലയിലേന്തി ആ പാ ചേരാനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുണ്ട്. പ്രശ്നങ്ങളല്ല, പക്ഷെ എന്നാലും ദിയക്കുട്ടി ആയതുകൊണ്ട് അത് പ്രശ്നമാണ്.
വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത് പ്രശ്നമില്ല. നമ്മളെല്ലാം പറയും. കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് ഇങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം വി ആർ ആക്ച്വലി ഫോളോയിങ് യു എന്ന് പറഞ്ഞാൽ ഒരു സോങ് മൊത്തം എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ നോട്ട് ബൈ നോട്ട് വി ആർ ഫോളോയിങ് യു. അത് എന്തുകൊണ്ടാ? എക്സ്ട്രോർഡിനറി ടാലന്റ് ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും ഇങ്ങനെ മൈക്രോ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ബിക്കോസ് വി വാണ്ട് യു ടു ബി പെർഫെക്റ്റ് ഇൻ എവറി റിക്കാർഡ് മ്യൂസിക്. ഓക്കെട്ടോ? ഓക്കെ ദിയക്കുട്ടി, എന്താ സാർ? നന്നായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ജോൺസൺ ചേട്ടന്റെ വൺ ഓഫ് ദ ക്ലാസിക് സോങ്സ്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ? എന്നും അത് എവർഗ്രീൻ തന്നെയാണ്. യെസ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പാട്ടൂടെ കൊണ്ടുവന്ന് പാടി തന്നെ ആദ്യം തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കും MJ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനിത് വീണ്ടും ആവർത്തിച്ച് പാടിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ബ്രത്ത് ഒരു പ്രശ്നമായിരുന്നു ഒന്ന്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മൈന്യൂട്ടായിട്ട് ശ്രുതി, അതൊക്കെയാണ് മൈന്യൂട്ടായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അത് ദിയക്കുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത്. അനുപല്ലവിയുടെ കഴിഞ്ഞിട്ട് വന്ന തുണ്ടുപല്ലവിയില്ലേ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മൂടി വയ്ക്കൂ ജീവനിൽ ജീവന്റെ ചരണത്തിന്റെ അവസാനം ഒരു സ്വർണ്ണമുഖിലെ പാടിയില്ലേ, അതും സൂപ്പർ ആയിരുന്നു. യെസ്. ലാസ്റ്റ് പല്ലവി സൂപ്പർ ആയിരുന്നു, വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും എക്സ്ട്രാ ഓർഡിനറി ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ദിയക്കുട്ടി കേട്ടോ. അപ്പോ കഴിഞ്ഞ 1-2 പെർഫോമൻസ് ആണ് കുറച്ചിങ്ങനെ സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ് ദിയക്കുട്ടിക്ക്. ഇടയ്ക്കൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലേ? വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇപ്പൊ മാറി വന്നോ? ശരിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഡയറ്റൊക്കെ കൃത്യമാക്കി ആക്കുന്നുണ്ടോ? ഫുഡിലാണ് കുറച്ചൊരു പ്രോബ്ലം ഉള്ളത്. പ്രോബ്ലം ഉണ്ട്. ഭക്ഷണം ശരിക്കും കഴിക്കണം, എന്നാലേ സ്റ്റാമിന ഉണ്ടാവുള്ളൂ കേട്ടോ. പാട്ടുകാർ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കറക്റ്റ് സമയത്ത് നന്നായിട്ട് കഴിക്കണം. അതും ആരോഗ്യം കിട്ടുന്ന ഫുഡ് കഴിക്കണം. അതെ, മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അല്ല, എന്നോട് ജയമാഷ് ഇടയ്ക്കിടയ്ക്ക് പറയും, മ്യൂസിക് ഡയറക്ടർ ജയമാഷല്ലേ, ജയമാഷ് നന്നായിട്ട് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയും എൻ്റെ അടുത്ത്. നന്നായിട്ട് ഭയങ്കര എപ്പോഴും ഉപദേശിക്കും, നന്നായിട്ട് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണം, നന്നായി കഴിക്കണം, നല്ല സ്റ്റാമിന ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധ വേണം കേട്ടോ. ഇപ്പോഴല്ലേ മനസ്സിലായതാ ക്ഷീണത്തിന്റെ രഹസ്യം. ക്ഷീണത്തിന്റെ രഹസ്യം. അതെ. ദിയക്കുട്ടി, എന്താ ചേച്ചി? ഫുഡ് നന്നായി കഴിച്ചാണ്ടല്ലോ ഈ ബ്രെത്തിന്റെ ഇഷ്യൂ ഒക്കെ അങ്ങ് പമ്പ കിടക്കും. അതെ, അത് പിന്നെ വരില്ല, അതൊന്നും വരില്ല. പിന്നെ നമുക്ക് നല്ല നല്ല ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ, ഞാൻ റെഡിയാണ്. മീനൂട്ട എന്റെ സീക്രട്സ് ആർക്കും പറഞ്ഞു കൊടുക്കരുത്. യെസ്. അപ്പൊ ദിയക്കുട്ടി മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കണ്ണ് തുറക്കാൻ തോന്നിയില്ല പല സമയങ്ങളിലും. ഇറ്റ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി അവസാനത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ലാസ്റ്റ് പല്ലവിയൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ വേണ്ടി. കണ്ണടച്ച് തന്നെ ഇങ്ങനെ കണ്ണ് തുറക്കാൻ തോന്നുന്നില്ല. അപ്പൊ അത്ര ഫീലോടുകൂടെ ദിയക്കുട്ടി പാടിയിട്ടുണ്ട്. പിന്നെ ബ്രെത്താണ് ഇപ്പൊ ഇന്നത്തെ മെയിൻ വില്ലൻ കേട്ടോ. അത് മനസ്സിലായല്ലോ, ദിയക്കുട്ടിക്ക് അറിയാം അത്. യെസ്. അപ്പൊ ഞാൻ ഡിഫീറ്റ് ചെയ്താണ്ടല്ലോ പാടാൻ നല്ല എളുപ്പമായിരിക്കും, സുഖമായിരിക്കും കേട്ടോ. മിടുക്കിയായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പല ഭാഗങ്ങളും രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയിലേക്കായി? 7th-ലേക്ക്. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഇത്ര നല്ല മെച്യൂർഡ് ആയിട്ടുള്ള വോയിസ് കിട്ടിയിട്ടില്ലേ? ഇപ്പൊ ആണെങ്കിലും ഒരു സിനിമയ്ക്ക് പാടാം, എനിക്ക് അങ്ങനത്തെ വോയിസ് ആയിട്ടുണ്ട് ഈസിലി. അല്ല, ഓൾറെഡി പ്രൊഫഷണലിസം കാണിക്കുന്നുണ്ട്. അതെ, പല പാട്ടുകൾ പാടുമ്പോഴും പ്രൊഫഷണൽ ആണ്. അതെ അതെ അതെ. യെസ്. അപ്പൊ മിടുക്കി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി പാടി. ദിയക്കുട്ടിക്ക് ഇന്ന് 97.75 ഔട്ട് 100. വെരി ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നമ്മളിങ്ങനെ കയറി കയറിയാ വരുന്നത്, അതുകൊണ്ട് സന്തോഷമുണ്ട്. അത് തിരിച്ചു കയറി വരുന്നുണ്ട്. അതെ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ രാധേ നീ വരൂ താനേ. ആര്യ ചേച്ചി
പെർഫോമൻസ് റൗണ്ടല്ലേ മീനുട്ടാ? ഉറപ്പായിട്ടും അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പാട്ടാണ് എടുത്ത് വരാൻ പോകുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണോ? അയ്യോ, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടായിരിക്കും. എന്നാ നമുക്ക് വേഗം വിളിക്കാം, വന്നിട്ട് ബാക്കി കാര്യം ചോദിക്കാം. Okay, ഓക്കെ, done. Yes. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംകൂട്ടൻ ഓൺ സ്റ്റേജ്. എന്റെ അമ്മ, ഇത് ആരെ വരണേ? ഒരു മമ്മൂക്കയുടെ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. നല്ല മാസായിട്ടുണ്ട്. ആ മാസായിട്ടുണ്ട്. ഇത് ആരാ ഇത്? ഇത് ഞാൻ തന്നെ. ഞാൻ തന്നെ. ഞാൻ തന്നെ. ഇതിനു മുമ്പ് ഇവിടെ മുണ്ടെടുത്തിട്ടുണ്ട്. ആ അതെ, രണ്ട് പാട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ മുണ്ടും ഷൂവും കൂളിംഗ് ഗ്ലാസും ഉള്ള കോമ്പിനേഷൻ അതെ. ഇവിടെ ആദ്യമായിട്ടാണ്. അതെ അതെ, അതാണ് അങ്ങനെ കൊണ്ടുവന്നു. സ്റ്റൈലായിട്ടുണ്ട്. യെസ് സർ. ഇത്. ആര്യ ചേച്ചി വെയിറ്റിംഗ് ആടാ. ഈ Yes. പാട്ട് ഭയങ്കര ഇഷ്ടം. മീനൂട്ടിന് പറഞ്ഞു കൊടുത്തേ ഏത് പാട്ടാന്ന്? മാർഗഴിയെ മല്ലികയെ. അതെല്ലാരും Yes, ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? ശ്രീനി സാറിന്റെ ഡാൻസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് അയ്യോ, എനിക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലുള്ളത്. ഉണ്ടോ? അതെ, ഈ അതെ, സ്റ്റെപ്പ് അതെ. ഉണ്ടോ? ഈ സ്റ്റെപ്പ്. അതൊക്കെ ഉണ്ട്. ആണല്ലേ? കുറച്ച് ഇങ്ങനെ ഓക്കെ. അപ്പൊ Yes. സംസാരം കേൾക്കാൻ അധികം നമുക്ക് ഇതില്ല, പാട്ട് കേൾക്കാനാണ്. ക്ഷമയില്ല, അതെ, പാട്ട് അതെ. കേൾക്കണം. അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽസ് വേഗം ഒന്ന് കേൾക്കാം. ഫിലിം മേഘം, ആ. വർഷം 1999. ഓക്കെ. പാടിയത് MG ശ്രീകുമാർ സാറും ശ്രീനിവാസ് സാറും ചിത്രമ്മയും. ചിത്രമ്മയും. ഉം. പിന്നെ പിന്നെ? Yes. മ്യൂസിക് ഔസേബ് Yes. ബച്ചൻ സാർ. ആ. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്. ഉം, ഉം. ആ എല്ലാം കഴിഞ്ഞല്ലോ. എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് All the best. അപ്പൊ നല്ലോണം പാടണേ. തുടങ്ങാം നമുക്ക്, അല്ലേ? നല്ല പെർഫോമൻസ് വേണം. Okay. ഒരു മടിയും വിചാരിക്കണ്ട കേട്ടോ. മടിയില്ല. ഇല്ലല്ലോ? ഓക്കെ. നന്നായിട്ട് പാടിയില്ലെങ്കിൽ കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനേ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ,
നോക്കാം. സൂപ്പർ കലക്കി അടിപൊളി. താങ്ക് യു സർ. ഷൺമുഖോ നമസ്കാരം. മാസ്ഡ നമസ്കാരം. ഷൺമുഖോ എന്താ സാർ? ക്ലാസ്ഡ. അയ്യോ ഞാൻ വിചാരിച്ചു നിങ്ങൾ പ്ലാൻ ചെയ്ത് പറഞ്ഞു. അല്ല പ്ലാൻ ചെയ്തൊന്നല്ല. ഒരേപോലെ അല്ലേ? ഷൺമുഖോ എന്താ സാർ? നീ മാസ് വിത്ത് ക്ലാസ്ഡ. എനിക്കിടയ്ക്ക് ബീസ്റ്റ് മോഡിലുള്ള ഒരു ഡാൻസ് ഒക്കെ ഞാൻ ആഗ്രഹിച്ചു. കുറച്ചുകൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചു. കുറച്ചും കൂടെ ഒന്ന് അവനൊരു വിഷമമുണ്ട് എം ജെ എന്താ? അതവൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ മൈക്കില്ലല്ലോ, അപ്പൊ ഇവൻ മുണ്ട് ഇങ്ങനെ എടുത്ത് മടക്കി കുത്തിയിട്ടാണ് ഡാൻസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ മൈക്ക് ഉള്ളതുകൊണ്ട് അവനത് മടക്കി കുത്താൻ പറ്റിയില്ല. ഞാൻ വന്ന് കേറിയത് ഇവൻ എന്നോട് അതാ അയ്യോ. ആണല്ലേ? മൈക്ക് വെച്ച് മടക്കി കുത്താലോ? അത്ര എക്സ്പീരിയൻസ് ഒന്ന് ട്രൈ നമുക്കില്ല. നോക്കിയേ, ഒന്ന് ട്രൈ നോക്കിയേ. സിമ്പിൾ അല്ലായിരുന്നു. അത്രയല്ലേ ഉള്ളൂ. ഇത് മതിയായിരുന്നല്ലോ, ഇങ്ങനെ മതിയായിരുന്നല്ലോ. ഏകദേശം ഈ ഒരു ടൈമില് ഓ ആ ടൈമിങ്ങില്. ഓക്കെ ഇതിലും കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. പക്ഷേ ആ ചരണത്തിന് മുന്നേ അപ്പൊ ആണോ? എനിക്കൊരു സംശയം കേട്ടോ, ഈ പെർഫോം ചെയ്യുന്ന മൈക്കുള്ള ആൾക്കാരൊന്നും ഒന്നും പെർഫോം ചെയ്യില്ലേ? അല്ല മൈക്കുള്ളവര് മുണ്ട് മടക്കി കുത്താറുണ്ടല്ലോ. അവൻ അംഗീകരിച്ചു. അതിലേക്ക് മൈക്ക് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കണം. ഇന്ന് സാരംകൂട്ടം പാടിയതല്ല, ഇന്ന് സാരംഗ് എന്ന് പറഞ്ഞൊരു ആഘോഷമാണ് ഇവിടെ നടന്നത്. Yes. മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ. മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ. ഇതൊരു സൂപ്പർ സുപ്രീം എഫർട്ടാണ് കേട്ടോ. Yes. പക്ഷെ നമുക്ക് തോന്നിയത് എഫർട്ട്ലെസ് ആയിട്ടാണ് തോന്നി. അതെ, നീ പക്ഷെ എഫേർട്ട് കേട്ടിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാടാൻ വേണ്ടി ഹാർഡ് വർക്ക് കഠിന ചെയ്തിട്ടുണ്ട്. പ്രയത്നം പക്ഷെ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ അത് Easy ആയിട്ട് എഫർട്ട്ലെസ് ആയിട്ടാണ് തോന്നുന്നത്. Yes. അത് അത്ര പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ BGMല് മമ്മൂക്കട ചില നമ്പേഴ്സ് കൊള്ളായിരുന്നു. ഡാൻസ് താങ്ക് യു സർ. മമ്മൂക്കായിരുന്നോ ഫെനി ചേട്ടനായിരുന്നോ? ആരാന്നറിയോ? എനിക്ക് ചേച്ചിയാ പഠിപ്പിച്ചത്. ആണോ? ഏത് ചേച്ചി? ചേച്ചി വന്നിട്ടില്ല. അച്ഛന്റെ അനുജന്റെ മകളാണ്. ആണോ? കസിൻ. കസിനാണ്. ഓക്കെ. അത് ചേച്ചി മിടുക്കനായിട്ട് ചെയ്തോടാ. അതെ, ചേച്ചി പഠിപ്പിച്ചൊക്കെ നന്നായിട്ട് ചെയ്തു. പിന്നെ എന്തൊക്കെയോ ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു തോന്നി. അതെ സാർ. അത് അത് ചെയ്യാൻ പറ്റിയില്ല എന്നും തോന്നി. ശരിയല്ലേ? അതെ അതെ. ആ പിന്നെ ആര്യ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. എന്തായിരുന്നു? എന്തായിരുന്നു? ആര്യ അത് പറഞ്ഞല്ലോ, അതായത് ഈ പാട്ട് ഡ്യുവറ്റാ. അതെ അത് റെഡി. അതെ, ഇത്ര എഫേർട്ട്ലെസ് ആയി പാടുമ്പോ വിചാരിക്കും ഇത് എളുപ്പത്തിൽ അങ്ങ് പാടി തീർക്കാന്ന്. പക്ഷെ നല്ല ബ്രെത്ത് കപ്പാസിറ്റി വേണം. ശ്വാസം മുട്ടും. ശ്വാസം മുട്ടും. ആ അനുപല്ലവിയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഉറപ്പാ ശ്വാസം മുട്ടും. ഞാനും മത്സേട്ടന് നേരത്തെ ഇങ്ങനെ പാടി നോക്കുമായിരുന്നു എത്രത്തോളം ശ്വാസം എടുക്കണം. പക്ഷെ അത് ബ്രില്യന്റ് ആയിട്ട് മാനേജ് ചെയ്തു. താങ്ക് യു. സാരംകൂട്ട എപ്പോഴും ലിമിറ്റേഷൻസ് ഭേദിക്കുന്ന ആളാണ് വലിയ കലാകാരൻ. യെസ്, ആ ലിമിറ്റേഷൻസ് കംഫർട്ട് സോണിനൊക്കെ എടുത്ത് വെളി കളഞ്ഞു. അതെ, ആണ് സാരംകൂട്ടന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണെന്ന് ഇനിയിപ്പോ പറയാം. അടുത്ത പെർഫോമൻസ് റൗണ്ട് വന്നാൽ ഇതിലും കൂടിയും മനോഹരമാകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ധൈര്യം എന്താവോ? ഇപ്പോൾ എനിക്കൊരു ഇപ്പൊ ഒരു ധൈര്യം വന്നു. പെർഫോം ചെയ്ത് എങ്ങനെയാണ് ഈ സ്റ്റേജിൽ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലായി. ഇപ്പൊ ഒരു പഠിക്കുകയായിരുന്നു. idea വന്നു ഇത് പഠിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയെങ്കിലും ഞാൻ ചെയ്തത്. അപ്പൊ ഇതൊക്കെ പഠിക്കുകയായിരുന്നു. ഇപ്പൊ ഇപ്പൊ എല്ലാം ആ അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി എല്ലാം പഠിച്ചു dancing, മധു പഠിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് മാർക്ക് അത്രയും കൊടുക്കണ്ട. അടുത്ത പെർഫോമൻസ് ഉഗ്രനാകുമ്പോഴത്തേക്ക് അപ്പൊ കൊടുക്കാം. അപ്പൊ കൊടുത്താൽ അതെ അതെ അതെ. അപ്പൊ മതിയോ? അതെ, ഇത് അപ്പൊ ഇവിടെ മതിയോ? റിസൾട്ട് കിട്ടുമ്പോഴാണല്ലോ നമ്മള് മനസ്സിലായി. നല്ല മാർക്ക് കൊടുക്കണ്ടേ ഉള്ളൂ. അപ്പൊ റിസൾട്ട് കിട്ടിയോ? ഇവൻ പഠിക്കാൻ നമുക്ക് മനസ്സിലായില്ലല്ലോ. പക്ഷെ ഇതിപ്പോ ഒരു ശരിക്കും പറഞ്ഞ സാരംകുട്ടന്റെ റിഹേഴ്സൽ ആയിരുന്നു ഇപ്പൊ നമ്മൾ. അതെ. Yes. റിഹേഴ്സൽ ആയിരുന്നു. അതുകൊണ്ട് മത്സരത്തിൽ കൂട്ടുന്നില്ല അല്ലേ? അല്ല, പക്ഷെ അങ്ങനെയാണ്. റിഹേഴ്സൽ പോലെയാണോ നിങ്ങക്ക് തോന്നിയത്? അങ്ങനെയാണെന്നാണ് ഇപ്പൊ സാരംകുട്ടൻ സാരംകുട്ടൻ പറഞ്ഞത്. അതല്ലേ പറഞ്ഞത്. പറ്റൂ. അല്ല, പഠിച്ചിട്ട് ഞാന് ഒരു 100-ല് ആ. ഒരു 60-70% ഇവിടെ പെർഫോം ചെയ്ത്, ബാക്കി 30% എൻ്റെ കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, അങ്ങനെ. അപ്പൊ അങ്ങനെ 60% ചെയ്യാൻ പറ്റി, ബാക്കി 30%. 40. 40. ഓക്കെ. ഓക്കെ. അപ്പൊ 60 മാർക്ക് മതിയത്. ഓ. ഇന്ന് 60 മതിയാ ടോട്ടല്. ഇല്ല, അപ്പൊ ഇങ്ങനെ 60% പെർഫോം ചെയ്തിട്ട് എങ്ങനെ 90 കിട്ടും? ഞാൻ പറഞ്ഞുതരാം. ആ. അത് ഞാൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോ. 90% പെർഫോം ചെയ്തിട്ട് ആ. ഇല്ല. ഇല്ല.
10% മറന്നുപോയി. മറന്നുപോയി. 90 മതിയല്ലോ. അപ്പൊ 90. അല്ലേ? 98% പെർഫോം ചെയ്തിട്ട് 2% മറന്നു. ഇതെന്താ വില കൂട്ടി വരികയാ ഇവിടെ. അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗൈനിങ് നടക്കാണല്ലോ. ഇതിങ്ങനെ മഴ വരും 60, 90, 98 കൂടി കൂടി വരുന്നുണ്ട് ഇത്. ഇനി കൂടുവാടാ അറിയത്തില്ല. ഞാൻ അവസാനം പറഞ്ഞു പറഞ്ഞ ഞാൻ 100% പെർഫോമൻസ്. അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളാം. നല്ലൊരു വിലയിരുത്തലാണ് Attitude ശരിക്കും ആണ്. പറഞ്ഞാൽ അതിന് പ്രത്യേകം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, Yes. എൻകറേജ് ചെയ്യുന്നു. നല്ലൊരു എന്താ പറയാ ഒബ്സർവേഷനുള്ള ആൾക്കേ അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ്വയം വിലയിരുത്തുന്ന ആൾക്കാർക്ക് നന്നായിട്ട്. അപ്പൊ ആ വിലയിരുത്തൽ കറക്റ്റ് ആണ്. Thank you. അത് വളരെ അപൂർവം ആളുകളെ അങ്ങനെയൊക്കെ സമ്മതിച്ചു തരുള്ളൂ. നന്നായിട്ട് വരുമ്പോ നമുക്ക് മാർക്ക് കൊടുക്കാം. അതെ. അപ്പൊ എന്തായാലും ആ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയുന്നതിന് അടുത്തൊരു കഴി. അപ്പൊ ഇന്ന് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ട് പാടി. ഞങ്ങൾ പറയാറുന്നത് ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര അതെ ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടിയോടെ ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ട് പക്ഷെ അത് നമ്മളൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ല. എഫർട്ട്ലെസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ ശ്രമം ഇനിയും തുടരട്ടെ. ഇനിയും അടുത്തൊരു പെർഫോമൻസ് റൗണ്ട് വന്നാൽ അതിഗംഭീരാക്കുന്നല്ലേ ഓക്കെ പറഞ്ഞേക്കണേ. സാർ. കുറച്ചുകൂടെ ഉറഞ്ഞു തുള്ളൂ. അതെ ആ അപ്പൊ ഇനിയിപ്പോ ഇവിടെ പെർഫോമൻസ് റൗണ്ട് എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റൂല. അതെ. ഇനി കിട്ടുന്ന വരാൻ പോകുന്ന വേദികളിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. മനസ്സിനുള്ളിലുള്ള മറന്നുപോയ സ്റ്റെപ്സ് ഒക്കെ ചെയ്യാനുള്ള ഓക്കെ സാർ. സംഭവിക്കട്ടെ നല്ല രീതിയിൽ. ഓക്കെ, താങ്ക് യു സാർ. വെരി ഗുഡ്. താങ്ക് യു. വളരെ സന്തോഷമായി, സംതൃപ്തനായി. അതെ എനിക്ക് ഒത്തിരി സന്തോഷായി. ആ കോടി ജന്മങ്ങളെ ഞാൻ കാത്തു നിന്ന പോലത്തെ ഒരു പെർഫോമൻസ് കിട്ടിയെങ്കിൽ. ഞാൻ ആര്യ ചേച്ചിയെ നോക്കി പാടി, പക്ഷെ എന്നെ കണ്ണട ഇട്ടതുകൊണ്ട് അത് എനിക്ക് നോക്കാൻ മനസ്സിലായില്ല കുഞ്ഞിനെ. അല്ല ഞാൻ പക്ഷെ കൈകൊണ്ട് ചൂണ്ടി. ആണോ എന്നെയായിരുന്നു അത്? ആ ആര്യ ചേച്ചി ഞാൻ ഇങ്ങനെ confusion ആയി. ഇത് അയ്യോടാ. അല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ഞാൻ വിചാരിച്ച എന്നെയാണെന്ന്. എന്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ പറയണേ? ആ ചിലപ്പോ മീനാക്ഷി ആരെയാ ചേച്ചി ചൂണ്ടിയതെന്ന് നമുക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലോ. ഇല്ല ഇവിടത്തേക്കല്ലേ ചൂണ്ടിയേ. മനസ്സിലായില്ല. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ. അതെ. ഞാൻ രണ്ടു പ്രാവശ്യം ഇല്ലേ അത് രണ്ടിലും ഞാൻ ഇങ്ങനെ ചെയ്തു. എന്റെ നമുക്ക് രാധ ആർക്കും നീ വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചറിയാൻ കാണിച്ച എന്നെയായിരുന്നു. നിന്നെ കാത്തു നിൽക്കുന്നു ആ, ഞാൻ. നിന്നെ കാത്തു. അത് കറക്റ്റ് ആട്ടോ. അത് ആര്യ ചൂണ്ടി കാണിച്ചായിരുന്നു. നിന്നെ എനിക്ക് കാത്തു ഇപ്പോഴും നിൽക്കുന്നു. സത്യം പറഞ്ഞ എന്നെയാ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാര്യം എന്ന് വെച്ചാൽ ആര്യ ചേച്ചി കണ്ണട ഇപ്പൊ വെച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അല്ല ഇപ്പൊ ആര്യ ചേച്ചി തന്നെയാണ് Correct ആ, നോക്കുന്നത്. correct ആ, ഇപ്പൊ അതെ. correct ആ. വളരെ ഇപ്പൊ correct തന്നെയാ. ആ. അതെ അതെ അതെ. ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ കറക്റ്റ് കേട്ടോ. എന്തായാലും മിടുക്കൻ ഓക്കെ കേട്ടോ. താങ്ക് യു. കില്ലാടി പെർഫോമൻസ്, നല്ല കോൺഫിഡൻസ്, താങ്ക് യു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഏതു തമ്പ്രാൻ വന്നാലും വലയിൽ വീഴുവാനല്ല, മഴവിൽ ചാന്തു തൊട്ടൊരെന്റെ സ്വന്തം വനമകൾ രംഗനാഥൻ കോയിലിലെ തങ്കമുക്കും സ്വാമിയിലെ രംഗനാഥൻ കോയിലിലെ തങ്കമുക്കും സ്വാമിയിലെ വൃന്ദാവന കണ്ണാനി നന്ദാവന തേരിൽ വായു കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. ആ പാട്ട് പാടി ഉഷാറാക്കുന്നുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കേട്ടോ. Okay. അതിന് ഞാൻ കുറച്ച് എക്സ്ട്രാ മാർക്ക് തരുന്നുണ്ട്. യെസ് ഓക്കെ, ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ സാരംകുട്ടന് ആ 100-ൽ മുറി ഒരു മാർക്ക് പോലും മാർക്ക് പോലും കുറയുന്നില്ല. അപ്പൊ എത്രയായി സാരംകുട്ട? 100 അനൗൺസ് ചെയ്യും. പറഞ്ഞോ ഒച്ചത്തിൽ ഇപ്പൊ ഇന്നത്തെ എന്റെ മാർക്ക്, എന്റെ മാർക്കല്ല സാരംകുട്ടന്റെ. ഇന്നത്തെ സാരംഗിന്റെ മാർക്ക് 100 out of 100. പ്ലസ് അതും കൂടി ഒന്ന് പറ. പ്ലസ് ഒരു പ്ലസ്. Plus 1. 2 stars. Thank you. അപ്പൊ പോരട്ടെ സാരംകുട്ടന് ഒരു മധുരം മഴ. Thank you. Oh, thank you. കോവലനോ ഞാനല്ലേ, കണ്ണകിയോ നീയല്ലേ. നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് സാരംകുട്ടൻ കേട്ടോ. Okay. ആരെയാണ് വിളിക്കണ്ടേ? ആരായാലും കുഴപ്പമില്ല. അരിച്ചി ആ ആര്യ ചേച്ചി ഉണ്ട്. ആര്യ അല്ല ചൂണ്ടിയതല്ലേ? കോടി ജന്മങ്ങളായിട്ട് കാത്തു കോടി നിന്നിട്ട് ജന്മങ്ങളായിട്ട് വന്നിട്ടില്ല. കാത്തു നിന്നിട്ട് വന്നിട്ടില്ല. കോടി ജന്മങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന ദേ വരുന്നു, ഞാൻ ഇതാ വരുന്നു ഷൺമുഖ. Yes. ഷൺമുഖൻ, Yes. നമുക്ക് അടുത്ത പ്രാവശ്യം ഈ ജുബയൊക്കെ മാറ്റി ഒരു കില്ലാടി ഉടുപ്പൊക്കെ ഇട്ട് Yes. സ്റ്റൈലൊക്കെ മാറ്റി വരണം. Okay. ഓക്കെ, Yes. അതിനായി ഇതാ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പ്. Yes. Thank you. ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. Thank you. Thank you. താങ്ക് യു ആര്യ. ആ പല്ലിന് വേണ്ടേ? അത് ഇങ്ങനെ പറയുമ്പോ മൈക്ക് പെട്ടെന്ന് പല്ലിലിടിച്ച് പൊട്ടിച്ചോളാം വല്ല വഴിപാടും നടന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോപ്പർ ഇല്ല. സ്റ്റോപ്പർ ഇല്ല പല്ലിന്. ആണോ? ഓ അത് ശരി. വെടി വഴിപാടിന് സോറി വെടി വഴിപാടിന് പകരം പല്ല് വഴിപാട്. ഒന്നും കൂടി പറ.
ഒന്നുകൂടി പറയാം, തെറ്റട്ടേത്. ഒന്നുകൂടി പറയാം. വെടി വഴിപാടിന് സ്വയം വടികൊടുത്ത് അടി വാങ്ങിച്ച്. വെടി വഴിപാടിന് പകരം എങ്ങനെ വെടി വഴിപാടിന് പകരം ആ. എന്തായിരുന്നു? പല്ല് വഴിപാട്. പല്ല് വഴിപാട്. പല്ല് വഴിപാട്. ആ. ഒന്നിച്ചു പറയണം. നമ്മള് കണ്ടുപിടിച്ചത് വെടി വഴിപാടിന് പകരം പല്ല് വഴിപാട്. ആ Yes. മീനുട്ടാ വെടി വഴിപാടിന് പകരം പല്ല് വഴിപാട്. ആ. അവിടെ വെടി വഴിപാടിന് പകരം പല്ല് വഴിപാട്. ആ, ഞങ്ങൾക്ക് പറ്റി. ഇനി അഞ്ച് sir. വെടി വഴിപാടിന്റെ പകരം അപ്പൊ എന്തായാലും തൽക്കാലം ആയുധം വെച്ച് കീഴടങ്ങാം. Yes. സാരം കൂട്ടുണ്ട്. താങ്ക് യു. ബൈ ബൈ. ആര് ചേച്ചി. ടാറ്റാ. Ta.